ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി ടേബിൾ ക്ലീനിങ് ആണ് കേട്ടോ. നമ്മുടെ വെക്കേഷനൊക്കെ ആയിരുന്നില്ലേ, ഇപ്പോൾ ഫുള്ളൊന്ന് അലങ്കോലമായിട്ട് കിടക്കാം. എന്തായാലും നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോയില്ലേ, അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നേരെ വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി സ്പേസ്. ഇവിടെ കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടോ, ടേബിൾ കണ്ടോ, നല്ല ക്ലീനാണ്. പക്ഷേ ഇതിങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മേക്ക് ഓവറൊക്കെ ചെയ്ത് എടുക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് വല്ലാതെ ഇതായിട്ട് കിടക്കുന്നത്. ഇത് കണ്ടോ, ഇത് നിങ്ങൾ നല്ല പരിചയം കാണുമായിരിക്കും. നമ്മുടെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ ഓരോ സംഭവങ്ങളാണ് ഈ കിടക്കുന്നത്. കണ്ടോ, ഇതൊക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ചുണ്ടാക്കി. ഇതുണ്ടോ, സ്കെയില്, പെൻസിൽ, ടോപ്പർ കണ്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കി നോട്ട് കണ്ടോ, പിന്നെ കുറേ നെയിം സ്ലിപ്പ്, ഏതാണ്ട് കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് ഈ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ എല്ലാം ഒന്ന് മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇതൊക്കെയാണ് എടുത്തിപ്പോൾ ഒന്ന് ടേബിളിലോട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് വെക്കാം. നമ്മളിത് ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. സ്കെയിൽ, പെൻസിൽ, ഇത് കുറേ പേപ്പറും ഏതാണ്ടൊക്കെ. ഇതെന്താണെന്ന് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കിടക്കാൻ ചാൻസ്. കാരണം എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കാൻ കാരണം എന്നാന്ന് വെച്ച് തരുവാണെങ്കിൽ, ഞാനില്ലേ ഈ വെക്കേഷൻ ചുമ്മാ ഇങ്ങനെ ബുക്കൊക്കെ കാണുമ്പോൾ ഓരോന്ന് വന്ന് ഇവിടെ കൊണ്ട് നിരത്തി വെക്കും. എന്നിട്ട് ലാസ്റ്റ് ഓരോന്നൊക്കെ എടുക്കാൻ നേരത്തെ ഇങ്ങനെ അലങ്കോലമായിട്ട് ഇങ്ങനെ കിട്ടും. അതാണ് സംഭവം. അതുകൊണ്ടാണ് ഇത്ര അലങ്കോലമായിട്ട് ഇത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് എടുത്ത് മാറ്റട്ടെ. അങ്ങനെ സ്റ്റാൻഡിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്തൊന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഫുള്ള് നമുക്കൊന്ന് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് തുടക്കി അങ്ങനെ അത് ഫുള്ള് ഞാൻ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, ഞാൻ ഇതൊന്ന് ശരിയാക്കിയപ്പോൾ അവിടെ ഫുള്ള് എന്തെങ്കിലും കുന്നുകൂടി കിടക്കുകയാണ് ബുക്കുകളെല്ലാം. പിന്നെ ആ ബുക്ക് എങ്ങോട്ടേലും മാറ്റണം. ഇവിടെ ഫുള്ള് സാധനങ്ങൾ നമുക്കിനി കയറ്റാനും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രോയ്ക്കകത്ത് ഫുള്ള് ഞാൻ കയറ്റി വെക്കാനാണ്. തുറന്നിട്ട് ഇതിനകത്തോട്ട് ഫുള്ള് നമുക്കൊന്ന് കയറ്റി വെക്കാം ബുക്കൊക്കെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് എൻ്റെ മുമ്പേ ഇരുന്ന ഞാൻ പുസ്തകങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ റാക്കിൽ നിന്ന് ബുക്കുകളെല്ലാം ഞാനിപ്പോൾ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര സാധനങ്ങൾ ഇതിനകത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അടയ്ക്കാം. ഞാൻ അടച്ചു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇത്ര സാധനങ്ങളോട് വെക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ റെഡിയാക്കിയാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടുത്തെ ഇവിടെ ഇരുന്ന് അലങ്കോലമായിട്ടുള്ളത്. ഇതിൻ്റെ ഞാൻ നേരത്തെ ഇരുന്ന ഫോട്ടോ ഞാൻ ബിഫോർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സംഭവിക്കുന്നത് സ്റ്റാൻഡ്. പിന്നെ ഇവിടുത്തെ ഞാൻ പ്രത്യേകിച്ചൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഞാനിത് അതുപോലെ തന്നെ വെച്ചാൽ അത് ഇവിടെ ഒതുങ്ങി കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാനത് മാറ്റാനൊന്നും പോയില്ല കണ്ടോ. പിന്നെ എനിക്ക് തോന്നി കേട്ടോ, ഇവിടെ ഞാനിങ്ങനെ കുറേ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര കൂടി ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് ഞാൻ ഫ്രീ ആക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാൻ പോയില്ലേ, അപ്പോഴത്തേക്ക് നമുക്ക് ബുക്കും ഇതൊക്കെ വെക്കണമല്ലോ. ബുക്കും ഇതൊക്കെ വെക്കണം. നമ്മുടെ ആ സമയത്ത് വെക്കാൻ വേണ്ടി ഇവിടെ ഫ്രീ ആക്കി വെച്ചെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ വലിയ കാര്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം ഒന്ന് അടുക്കി ഇതൊന്ന് ക്ലീൻ ആക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഹലോ, അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ടേബിൾ ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. പൊസിഷൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അതിൽ അവിടെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. ഓൾറെഡി ഞാൻ വെക്കേഷൻ
സ്കൂൾ അടച്ച സമയത്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇവിടെ താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം എന്ത് ചെയ്യും, അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. പിന്നെ ഞാനൊരു സ്റ്റാൻഡ് ഫുള്ള് ഞാനൊന്ന് ക്ലിയർ ആക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ തുറക്കാൻ പോയില്ലേ, അപ്പോൾ ആ ബുക്കൊക്കെ നമുക്ക് വെക്കണം, അങ്ങനെ കുറേ, അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് ക്ലിയർ ആക്കി ഒന്ന് വെച്ചേക്കാം. ഞാനിത് ഫുള്ളും ഒന്ന് ഫ്രീ ആക്കി. പിന്നെ ബാക്കിയെല്ലാം കബോർഡും ഇതെല്ലാം വൃത്തിയാക്കി നല്ല ഇതാക്കി. മേക്ക് ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, അധികം ലോങ് ഒന്നുമല്ല. ഞാൻ കുറേയൊക്കെ എനിക്ക് പറ്റുന്നത്തോളം ഞാൻ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. വീഡിയോ എൻ്റെ ക്ലിപ്പ് ചിലവൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ചില ക്ലിപ്പ് ഒന്നും കാണത്തില്ല. നിങ്ങൾ ലാസ്റ്റ് എൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോഴായിരിക്കും ചില ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത് ഞാൻ പിന്നെയാണ് ഞാൻ അറിയുന്നത് കേട്ടോ. ഞാൻ ക്ലീനാക്കി പോവുകയായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.